കോഴിക്കോട് കൂടരഞ്ഞിയിൽ കണ്ട കാൽപ്പാടുകൾ പുലിയുടേത് തന്നെയെന്ന് വനംവകുപ്പിന്റെ സ്ഥിരീകരണം. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടോടിയ വീട്ടമ്മയ്ക്ക് വീണ് പരുക്കേറ്റിരുന്നു. മേഖലയിൽ RRT സംഘം പരിശോധന നടത്തുകയാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, ഇത് പുലിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ എന്താണ് അവിടെ ഇനിയിപ്പോൾ അടുത്ത നടപടിയായി വനംവകുപ്പ് സ്വീകരിക്കുന്നത്? ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടല്ലോ, ഇതിനോടകം ഒരു സ്ത്രീക്ക് പരുക്കേൽക്കുന്ന സംഭവമൊക്കെ ഉണ്ടായതാണല്ലോ. അനുജ, തീർച്ചയായും വലിയ ഒരു ആശങ്കയിലാണ് പ്രദേശവാസികൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ആടിനെ മേക്കാൻ പോയ ഗ്രേസി എന്ന വീട്ടമ്മയ്ക്കാണ് വീണ് പരിക്കേറ്റത്. അവർ കടുവയെ കണ്ടു എന്നാണ് പറഞ്ഞത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയപ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വലിയ ഒരു ആശങ്കയിലാണ് പ്രദേശവാസികളുള്ളത്. ഒപ്പം തന്നെ ഈ ഗ്രേസി ചികിത്സയിൽ കഴിയുകയുമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ RRT സംഘം പരിശോധന തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ CCTV സ്ഥാപിച്ചിരുന്നു. പക്ഷേ അതിനകത്തൊന്നും തന്നെ കണ്ടെത്താൻ പുലിയെയോ അതുപോലെ കടുവയോ മറ്റേ വന്യമൃഗങ്ങളെയും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ തുടർച്ചയായ ദിവസങ്ങളിൽ 2 ആഴ്ചക്കിടയിൽ ഇത് 2ാം തവണയാണ് അവിടെ വന്യമൃഗശല്യം ഉണ്ടാകുന്നത്. ആടിനെയും അതുപോലെ പട്ടിയെയും ഒക്കെ കടിച്ച് കൊന്ന ഒരു സാഹചര്യമുണ്ട്. വലിയൊരു ആശങ്കയിലാണ് പ്രദേശവാസികൾ ഉള്ളത്. ഇപ്പോൾ ഈ ആശങ്ക പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് വ്യക്തമാക്കുന്നത്. അവിടെ വൈകാതെ തന്നെ കൂട് സ്ഥാപിക്കും. തുടർന്ന് പുലിയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ MLAയും വ്യക്തമാക്കുന്നത്. വലിയ ഒരു ആശങ്ക തുടരുകയാണ്. ഇപ്പോഴും RRT സംഘം അവിടെ പരിശോധന നടത്തുകയാണ്. അനുജ, കോഴിക്കോട് കൂടരഞ്ഞിയിലാണ് കണ്ട കാൽപ്പാടുകൾ പുലിയുടേത് തന്നെ എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. വനംവകുപ്പാണ് അത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. RRTയുടെ പരിശോധന അവിടെ നടത്തുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണം കൂടി ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. പരിശോധനയിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പുലിന്റെ കാൽപാദങ്ങളും അതേപോലെ അതിന്റെ കാഷ്ടവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പുലിയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അതിന്റെ അടുത്ത നടപടി ക്യാമറയിൽ ഇതുവരെ കുടുങ്ങിയിട്ടില്ല. ക്യാമറ ഒരാഴ്ചയായിട്ട് ക്യാമറ പല സ്ഥലത്തായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടും ക്യാമറ കുടുങ്ങിയിട്ടില്ല. അപ്പൊ ഇനി കൂട് വെക്കാന്നുള്ള ഒരു ഇതാണ്. ബഹുമാനപ്പെട്ട MLA അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നമ്മളെ മേലധികാരികളായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇത്രയും പെട്ടെന്ന് കൂട് വെക്കാനുള്ള നടപടി ആരംഭിക്കുന്നതാണ്